ഇന്ത്യയുടെ എന്റർടൈൻമെന്റ് രംഗത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് റിലയൻസ്. ഇതിനായി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മീഡിയ വിഭാഗവും വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യയിലെ മീഡിയ ബിസിനസ്സും ലയനത്തിനൊരുങ്ങുകയാണ്. ലയനം 2004 ഫെബ്രുവരിയോടുകൂടി പൂർത്തിയാകും. ഇന്ത്യൻ എന്റർടൈൻമെന്റ് വ്യവസായത്തിൽ നഷ്ടം നേരിടുന്ന ഡിസ്നി പുതിയ നിക്ഷേപങ്ങൾക്ക് ശ്രമം നടത്തുന്നതായി മുൻപ് വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഡിസ്നിയുടെ ഏറ്റെടുക്കൽ കൂടി നടക്കുന്നതോടെ ഈ മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കാൻ റിലയൻസിന് സാധിക്കുന്നതാണ്. ലയനത്തിന്റെ ഭാഗമായി റിലയൻസും ഡിസ്നിയും നോൺ ബൈൻഡിംഗ് കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു അത്രേ. രാജ്യത്തെ വിനോദ മേഖലയിൽ വ്യക്തമായ ആധിപത്യം പുലർത്താനുള്ള നീക്കങ്ങളാണ് റിലയൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരാർ യാഥാർത്ഥ്യമായാൽ വാൾട്ട് ഡിസ്നിയുടെ ഇന്ത്യയിലെ ബിസിനസ് പ്രവർത്തനങ്ങൾ റിലയൻസിന് സ്വന്തമാകും. ഇത്തരത്തിൽ റിലയൻസും ഹോട്ട്സ്റ്റാറുമായി ചേർന്ന് പുതിയതായി രൂപീകരിക്കുന്ന കമ്പനിയിൽ റിലയൻസിന് 51%, ഡിസ്നിക്ക് 49% പങ്കാളിത്തമാണ് ഉണ്ടാവുക. $150 കോടി, അതായത് 12,600 കോടി രൂപയോളം ഇതിനായി മൂലധന നിക്ഷേപം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ലയനം കൂടി പൂർത്തിയാകുന്നതോടെ മുകേഷ് അംബാനിയുടെ കൈകളിലാകും രാജ്യത്തെ ഏറ്റവും വലിയ മീഡിയ എന്റർടൈൻമെന്റ് കമ്പനി. ഹോട്ട്സ്റ്റാർ, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ് അടക്കം പല പ്രമുഖ പ്രാദേശിക ചാനലുകളും ഡിസ്നിയുടെ ഇന്ത്യൻ ബിസിനസ്സിൽ ഉൾപ്പെടുന്നവയാണ്. ഈ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ റിലയൻസ് ഇവയെല്ലാം ഏറ്റെടുക്കുമത്രേ. ന്യൂസ് 18 ശൃംഖല ഇപ്പോൾ തന്നെ റിലയൻസിന്റെ കൈവശമാണ്. നിലവിൽ സ്റ്റാർ ഇന്ത്യക്ക് കീഴിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ശൃംഖലയായ ഏഷ്യാനെറ്റും നാഷണൽ ജിയോഗ്രഫിക് തുടങ്ങിയ ചാനലുകൾ പ്രവർത്തിക്കുന്നത്. ഏഷ്യാനെറ്റ് റിലയൻസ് ഏറ്റെടുക്കുകയാണെന്ന് നേരത്തെ തന്നെ ഊഹാപോഹങ്ങൾ പടർന്നിരുന്നു. ഇപ്പോൾ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ വയോകോം 18 കീഴിൽ വിവിധ സ്ട്രീമിംഗ് ആപ്പുകളും ടെലിവിഷൻ ചാനലുകളും ഉണ്ട്. ഇതിൽ റിലയൻസിന്റെ ജിയോ സിനിമയും ഉൾപ്പെടും. സ്റ്റാർ ഇന്ത്യയുടെ നിയന്ത്രണത്തിനായി വയോകോം 18 കീഴിൽ റിലയൻസ് അനുബന്ധ സ്ഥാപനവും തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സംപ്രേഷണ അവകാശം റിലയൻസിന്റെ നേതൃത്വത്തിലുള്ള സംരംഭമായ വയോകോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് നേടിയതോടെയാണ് വാൾട്ട് ഡിസ്നി ഇങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. ഈ വർഷം ഫെബ്രുവരിയിൽ $270 കോടി, അതായത് 22,000 കോടി രൂപയ്ക്ക് IPLന്റെ വിതരണാവകാശം റിലയൻസ് സ്വന്തമാക്കിയിരുന്നു. മാത്രമല്ല, വാർണർ ബ്രദേഴ്സിന്റെ HBO-യിലെ പരിപാടികൾ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യാനുള്ള അവകാശവും റിലയൻസ് സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. വാർണർ ബ്രോസ് ഡിസ്കവറി ഇന്റർകോർപ്പറേറ്റിന്റെ HBO ഷോകൾ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യാനുള്ള മൾട്ടി ഇയർ കരാറും ഈ വർഷം ആദ്യം റിലയൻസ് സ്വന്തമാക്കി. മുൻപ് ഡിസ്നി സംപ്രേഷണം ചെയ്തിരുന്ന ഷോകളായിരുന്നു ഇവയെല്ലാം. ഇതുപോലെ ജിയോ സിനിമയുടെ വിജയം ഹോട്ട്സ്റ്റാറിന് വലിയ ക്ഷീണമായിരുന്നു. ഉപഭോക്താക്കളുടെ എണ്ണത്തിലും വരുമാനത്തിലും കമ്പനി വൻ തിരിച്ചടി നേരിട്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്നാണ് ലോകകപ്പിന്റെ സംപ്രേഷണാവകാശം കോടികൾ മുടക്കി ഹോട്ട്സ്റ്റാർ നേടിയതും സൗജന്യമായി കളി കാണിക്കാൻ തീരുമാനിച്ചതും. റിലയൻസ് ഡിസ്നി ലയനം ഇന്ത്യയിലെ OTT രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷകൾ. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ സ്ട്രീമിംഗ് സേവനങ്ങളോടായിരിക്കും ഈ മാധ്യമ ഭീകരൻ പൊരുതി നിൽക്കേണ്ടതും.